ഹലോ, നമസ്കാരം. എന്തുണ്ട് വിശേഷം എല്ലാവർക്കും? സുഖമല്ലേ? അപ്പോൾ ഞാനിന്ന് നോക്കാൻ പോകുന്നതേ നിങ്ങളുടെ പേഴ്സൻ്റെ ശരിക്കുള്ള സ്വഭാവം എന്താണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ശരിക്കുള്ള സ്വഭാവം എന്താണ്? ഓക്കെ, നോക്കാം. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ശരിക്കുള്ള സ്വഭാവം? കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ പിന്നെ വേറൊന്നും പറയണ്ടല്ലോ. കിങ് ഓഫ് കപ്സ് ആണ്, ബാലൻസ്ഡ് ആണ്, നിങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും ഒരു കാലത്ത്, ആദ്യകാലങ്ങളിൽ കേട്ടോ, ഇപ്പോഴല്ല, ആദ്യകാലങ്ങളിൽ. ഇമോഷണലി ബാലൻസ്ഡ് ആണ്. അതായത് ഈ ആൾ ഒരിക്കലും നിങ്ങളോട് ചിലപ്പോൾ ഇമോഷൻസിനെ തുറന്നു കാണിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ തമ്മിൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിക്കുമെങ്കിലും ഇമോഷണലി ആൾ നിങ്ങളുടെ അടുത്ത് ഓപ്പൺ അപ്പ് ആയിട്ടുണ്ടാവത്തില്ല. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയുമെങ്കിൽ പോലും സങ്കടം വരുമ്പോൾ ഭയങ്കരമായിട്ട് ഡീപ്ലി ഡിപ്രസ്ഡ് ആയിട്ടോ അങ്ങനെ ഒന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല. ഒരു ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് കാണുന്നത്. അതുപോലെ നിങ്ങളോട് വളരെ അനുകമ്പയോടുകൂടിയൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും. നിങ്ങളോട് വളരെ ആദ്യകാലങ്ങളിൽ കേട്ടോ. എങ്ങനെയുള്ള ആളാണെന്ന് ചോദിക്കുമ്പോഴാണ്, അതായത് നമുക്കറിയുന്ന ആൾ, ഇപ്പോൾ കാണുന്ന ആൾ നമുക്കറിയുന്ന ആളായിരിക്കില്ല. നമ്മൾ ആദ്യമേ നിങ്ങളെ ഈ വ്യക്തി ആദ്യമേ പരിചയപ്പെടുന്ന സമയത്ത് നിങ്ങളറിയുന്ന ആൾ ഇങ്ങനെ ആയിരിക്കും അല്ലേ? വളരെ നന്നായിട്ട് ജോലി ചെയ്യുന്ന ഒരു വർക്കഹോളിക് ആയിട്ടുള്ള ആളായിരിക്കും. ഒരു കാര്യം ഏൽപ്പിച്ചാൽ വളരെ ഭംഗിയായിട്ട് ജോലി ചെയ്യുന്ന ആളായിരിക്കും. കൃത്യനിഷ്ഠമുള്ള ആളായിരിക്കും. വളരെ തന്മയത്വത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്ന ആളായിരിക്കും. എല്ലാവരെയും ഒരുപോലെ കാണുന്ന ആളായിരിക്കും. അതുപോലെ നിങ്ങളോടും ഒരു കാര്യങ്ങൾ ചെയ്യാൻ നിർദ്ദേശിക്കുകയും നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ തരികയും ചെയ്യുന്ന ആളായിരിക്കും. ഒരു കൃത്യമായൊരു റൂൾ ആൻഡ് സ്ട്രക്ചർ അത് എപ്പോഴും അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. അതുപോലെ നിങ്ങൾ എന്ത് പറയുമ്പോഴും അതിനെ കേട്ടിരിക്കാനുള്ളൊരു ഒരു താല്പര്യം അയാൾക്കുണ്ടായിരുന്നിരിക്കും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും, അതായിരിക്കും ഒരു കാരണം നിങ്ങൾ ഈ പറഞ്ഞ വ്യക്തിയോട് കുറച്ച് അടുക്കാനുള്ളൊരു കാരണം. അതായത് മറ്റുള്ളവരെക്കാൾ കൂടുതൽ നിങ്ങളെ കരുതി പരിഗണിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ വ്യക്തിയോട് നിങ്ങൾ പെട്ടെന്ന് അടുത്തിട്ടുണ്ടാവുക. ഓക്കെ, ഇപ്പോഴത്തെ ഈ പേഴ്സൻ്റെ സ്വഭാവം എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഈ വ്യക്തിയുടെ സ്വഭാവം എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഈ വ്യക്തിയുടെ സ്വഭാവം എന്താണെന്ന് നോക്കാം. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് അഡ്വഞ്ചറസ് ആയിട്ടാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. റിസ്ക് എടുത്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും വേണ്ടില്ല, വരുന്നത് പോലെ വരട്ടെ എന്ന് വിചാരിച്ചാണ് ആളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് യൂണിവേഴ്സിൽ വിശ്വസിച്ച് അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മറ്റൊന്നും, ഓർമ്മയുടെ ഒരു ചെറിയ ഭാണ്ഡവും കയ്യിലെടുത്തിട്ടുണ്ട്. മറ്റൊന്നും, ഒരുപാട് റിസ്ക്കുകളുണ്ട്. നിൽക്കുന്ന സ്ഥലമൊന്നും സേഫല്ല. അടുത്ത സ്റ്റെപ്പിന് തലയും കുത്തി താഴെ വീഴാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. എല്ലാം വരുന്നത് പോലെ വരട്ടെ എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളായിട്ടാണ് ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഓക്കെ, താങ്ക് യു.